ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യ തേജുട്ടി ഫൺ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ ജിയോ മച്ചാൻ്റെ ഒരു വലിയൊരു ഫാനാണ്. ജിയോ മച്ചാനെ മനസ്സിലായോ? M4Tech ജിയോ മച്ചാൻ. എല്ലാവർക്കും ജിയോ മച്ചാൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പം ജിയോ മച്ചാൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണാറുണ്ട്, അതുപോലെ നമ്മളും കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്, അല്ലേ? അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എൻ്റെ ഇവിടെ 2 ബുക്ക് എടുത്തിട്ടുണ്ട്. ഒരേ വലിപ്പമുള്ള ഒരേ പേജുള്ള 2 ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ ആദ്യമേ കമൻറ്റ് ചെയ്യണം, ഇത് ഞങ്ങൾ ചെയ്യുമ്പോൾ സക്സസ് ആകുമോ ഇല്ല. ഒരേ കളറുമാണ്. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഇത് കണ്ടിട്ട് എന്തായാലും പരീക്ഷിച്ച് നോക്കും. കാരണം തേജുട്ടി ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ടായിരുന്നു. അപ്പം സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ചെയ്യണം. മാത്രമല്ല, നിങ്ങളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കണം, 2 ബുക്കിലും ഒരേപോലത്തെ പേജ് തന്നെ വേണം. അത് അമ്മ ആദ്യമേ പറഞ്ഞു, ഒരേ പേജ് ഒരേ വലിപ്പമുള്ളതായിരിക്കണം. ഈ വീഡിയോ കൊണ്ട് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ബുക്കിൽ കൂടുതൽ ഒരു ബുക്കിൽ അന്നേരം അത്ര സക്സസ് ആയില്ല, അല്ലേ? അപ്പം ഞങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പം ദേ ഞങ്ങൾ ബുക്ക് ഒരുപോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ 2 പേജസും വരുന്ന ഇങ്ങനെ വരുന്നത് ഇങ്ങനെ തിരിച്ചു വെക്കാം, ഇങ്ങനെ. അപ്പം നമുക്ക് ആദ്യത്തെ പേജ് നമ്മൾ തന്നെ മൊത്തം വെക്കുവോ? ഇല്ല, പകുതി ഇത്രയാണ് വെക്കുന്നത്. ഇത്രയും കാരണം അല്ലെങ്കിൽ അടുക്കി വെച്ച് വരുമ്പോഴത്തേനും ഇവിടെ ഗ്യാപ്പ് വരും. നമ്മൾ ഫിസിക്സിലൊക്കെ പണ്ട് ഒരുപാട് പ്രാവശ്യം എഴുതി പഠിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു, ഫ്രിക്ഷൻ. തേജുവിനെ പഠിക്കാറായിട്ടില്ലേ? ഇത് ഒരുപോലെ വരണം. ബുക്കിൽ അനക്കരുത് കേട്ടോ. ആ ഫ്രിക്ഷനാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന, നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം ഫ്രിക്ഷൻ മൂലമാണ്. അപ്പോൾ ഫ്രിക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് വലിയ ആളുകൾക്കൊക്കെ അറിയായിരിക്കും, കുഞ്ഞു പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഇപ്പം നമ്മൾ ഒരേ പ്രതലത്തിൽ ബലം കൊടുക്കുമ്പം അതിനെ പ്രതിരോധിക്കുന്ന വേറൊരു ബലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് കാണാതെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സംഘർഷണം. അപ്പോൾ അത് നിങ്ങളത് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഞങ്ങളിത് മൊത്തം ഈ ബുക്ക് മൊത്തം ഇങ്ങനെ ആകുന്നിടം വരെ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇതൊക്കെ. പിന്നെ ഒരിക്കലും മറ്റേ ഇങ്ങനത്തെ 2 ടൈപ്പ് പേജ് 2 വലിപ്പമുള്ളതായിരിക്കല്ലോ, ഒരേ വലിപ്പമുള്ളതായിരിക്കണം. പേജാണെങ്കിലും വലിപ്പമാണെങ്കിലും സെയിം ആയിരിക്കണം, ഒരേപോലെ 120 പേജിൻ്റെ ആണെങ്കിൽ പിന്നെ അതിൻ്റെ വലിപ്പം. ഓക്കെ, ഞങ്ങളിത് മൊത്തം ഇനി ഇങ്ങനെ ആക്കിയതിന് ശേഷം കാണിക്കാം. നമ്മൾ വിചാരിച്ചു കുറെ നേരം എടുക്കും, പക്ഷേ ഇത് 2 പേരുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ എടുത്തു. കണ്ടോ, 2 ബുക്കുകൾ നമ്മളിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ജിയോ മച്ചാനാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ചെറിയ ബുക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ തന്നെ വെക്കും. വലിയ ബുക്ക് എടുക്കുമ്പോഴത്തേനും ഇവിടെ സെല്ലോ ടൈപ്പൊക്കെ ഒട്ടിച്ചിട്ടാണ് എടുക്കുന്നത്. ഇതിൻ്റെ ബൈൻഡ് ഇങ്ങനെ മറിഞ്ഞു പോകുന്നതിന്. നമുക്കിത് അങ്ങനെ മറിഞ്ഞു പോകാത്തതുകൊണ്ട് സെല്ലോ ടൈപ്പ് തന്നെ എടുത്താൽ മതി. ഇതിൻ്റെ ഇടയിൽ പശയൊന്നും വെച്ച് ഒട്ടിച്ചിട്ടില്ല, വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇത് ഭയങ്കരമായിട്ട് ഫിസിക്സ് ഒന്നുമില്ല, കറക്റ്റായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അഴിച്ചും കാണിച്ചു തരാവേ. ഇപ്പം ഞാനും തേജുവും കൂടെ ഇത് വലിക്കാൻ പോവാം. ഇതിൻ്റെ ഈ എഡ്ജിലാണ് പിടിക്കുന്നത്, തേജു ഈ എഡ്ജിലാണ് പിടിക്കുന്നത്. ഇതിന് മൊത്തം വലിച്ച് മാക്സിമം ബലം കൊടുത്ത്. അയ്യോ, ഓക്കെ, നിൽക്കാം. കസേരയാണ് 1 മിനിറ്റ്. ഞങ്ങൾ ഈ കസേര ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം തേജുവിനെ നിർത്തി ഞാൻ ഇരുന്ന് വലിക്കുന്നതാണ്. ഞങ്ങൾ ഇതിൻ്റെ എഡ്ജിൽ പിടിച്ച് വലിക്കുവാണ് മാക്സിമം. അങ്ങോട്ട് പുറകോട്ട് നിൽക്കാം. തേജു തന്നെ വലിച്ചിട്ടും വരുന്നില്ല. ഈ അറ്റത്ത് തന്നെ പിടിച്ചു. പണ്ട് നമ്മളിതിൻ്റെ ഡെഫിനേഷനൊക്കെ കാണാതെ അല്ലായിരുന്നോ പഠിക്കുന്നത്? കണ്ടോ തേജു എന്തൊക്കെ ചെയ്തിട്ടോ. അപ്പം നമ്മളിതിപ്പം 2 ബുക്ക് എടുത്ത് പേജുകൾ വെച്ച് തന്നെ ഇതിനെ ഒരുപോലെ ആക്കി. എന്നാൽ നമ്മൾ സാധാരണ വിചാരിക്കും ഇതിനെ ഇങ്ങനെ പിടിച്ചിങ്ങ് വലിക്കുമ്പോഴത്തേന് ഇത് ഊരി ഇങ്ങ് വരുമെന്ന്. എന്നാൽ വരത്തില്ല, ഇത് ഭയങ്കര ബലമാണ്. എന്തൊക്കെ ചെയ്താലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരത്തില്ല. അത് അതിൻ്റെ ഒരു പരീക്ഷണമാണ് നമ്മൾ നോക്കുന്നത്. ജിയോ മച്ചാനാണെങ്കിൽ ഇത് 2 പേര് തമ്മിൽ പിടിച്ച് വലിച്ചു നോക്കി,
എന്നിട്ട് വലിയ ബുക്കാണെങ്കിൽ കിട്ടുന്നില്ല. അപ്പൊ പശു ഒട്ടിച്ച് വെച്ചാലോ? പശ ഒന്ന് ഒട്ടിച്ച് വെച്ചാലും അതിനെക്കാട്ടി ബലമാണ്. ഇതിന് ഒന്നും ചെയ്യണ്ട, പശയുടെ ഒന്നിൻ്റെയും കാര്യമില്ല. ഇതിങ്ങനെ വെച്ചാൽ ഭയങ്കര ബലമാണ്. ജിയോ മച്ചാനാണെങ്കിൽ ഇത് ആദ്യം 2 പേര് വെച്ച് വലിച്ചു, പിന്നെ ഇവിടെ ബൈൻഡ് ചെയ്തിട്ട് ഇവിടെ 2 വശം സ്ക്രൂ ചെയ്ത് ബൈൻഡ് ചെയ്തിട്ട് വടം വലിക്കാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള 2 പേരെ ആക്കി, പിന്നെ ഇത് 4 പേരാക്കി, 6 പേരാക്കി. എന്നിട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് ഇത് തമ്മിൽ വിട്ടുപോരുന്നില്ല. മനസ്സിലായോ? ഇതിങ്ങനെ ഊരി ഊരി വരുന്നില്ല. ഇതിന് എന്തോ ചെയ്താലും ഇത് വരത്തില്ല, അത്ര കണ്ട് ബലമാണ് ഇതിന്. ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രിക്ഷൻ, കേട്ടോ. അപ്പോൾ അതറിയാത്തവർ കയറി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി എന്താ ഫ്രിക്ഷൻ എന്ന്. നമ്മൾ കാണാതെ പഠിച്ചു വെച്ച് അല്ലാതെ അതിൻ്റെ എക്സാമ്പിൾ ഒന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് ഈയിടെ ഇത് കണ്ടതിന് ശേഷമാണ് അത് മനസ്സിലായത്. പിന്നെ ജിയോ മച്ചാനാണെങ്കിലേ 2 ടൈപ്പ് കാറിന്റെ ചെയ്ത് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബുക്കില്ലേ നടുക്ക് കെട്ടിയിട്ട് ഒരു കാർ അപ്പുറത്തെ കാറെ കെട്ടിയിട്ട് ഇപ്പുറത്തെ കാറെ 2 കാറുകൾ തമ്മിൽ വലിച്ചിട്ടും ബുക്കുകൾ ബൈൻഡ് പിടിച്ച് 2 കാറുകൾ പുറകോട്ട് ഇതാക്കിയിട്ട് വലിച്ചിട്ടും ഇത് വന്നില്ല. പിന്നെ ഇത് ക്രെയിനിൽ പൊക്കി, ഇതും കൊണ്ട് കാറ് പൊക്കിയിട്ടും വന്നില്ല. കാറ് ഇവിടെ ഇങ്ങനെ തൂക്കിയിടും, എന്നിട്ട് ഇവിടെ കയറ് ഈ നടുക്ക് അത് ബൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ബുക്ക്, പിന്നെ ഇപ്പുറത്ത് ക്രെയിൻ അത് വെച്ച് പൊക്കിയിട്ട് പോലും കാറ് പൊങ്ങി. നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും പരീക്ഷിച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് പരീക്ഷിക്കണം. ഞങ്ങൾ വേണ്ട ഇത് എന്തൊക്കെ ചെയ്തിട്ടും വലിക്ക വരുന്നില്ല, വരത്തില്ല. ഇനി എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാനിതേ പിടിച്ച് പോക്കാം. തേജു ഇതേ ഞാൻ കിടക്കണേ, നോക്കട്ടെ. വലിച്ചോ, താഴോട്ട് വലിച്ചോ. ഇല്ല, അമ്മ പിടിച്ചോളാം. തെന്നുന്നത് കൊണ്ട് അതിലെ കൈയെ പറ്റുന്നില്ലേ. എന്തൊക്കെ ചെയ്തിട്ടും പറ്റുന്നില്ല, അത് കിട്ടുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ വരുന്നില്ല. അപ്പം നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പം നമുക്കിനി ഇത് തുറന്ന് നോക്കാം. പച്ച ഇത് ഓരോ പേജുകളും തമ്മിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ബലം, അതാണ് നമ്മളെ ഫ്രിക്ഷൻ എന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഫിസിക്സ് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അത് ഉപകാരപ്രദമാകും. ജിയോ മച്ചാൻ്റെ ഈ ഒരു വീഡിയോ ഇത് നിങ്ങൾക്ക് ഭയങ്കര ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതുപോലെ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു കമൻറ്റ് ഇടണം. തേജു വളരെ ബുക്ക് ഇങ്ങനെ എടുക്കുന്നതിനനുസരിച്ച് ഇത് കീറിപ്പോകരുതേ. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾ നേരത്തെ ഓൾറെഡി ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യണം അല്ലേ തേജു? ബുക്കെല്ലാം വലിച്ച് കീറുവാണെങ്കിൽ പാരൻസ് തേജുട്ടി ആദ്യം എടുത്തിട്ടേ നമ്മുടെ പിന്നെ കഥ ബുക്കുകൾ എടുത്തിട്ട് ഇങ്ങനെ, അത് ഇച്ചിരി പഴയതായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പുള്ളതായിരുന്നു. അതെടുത്ത് വെച്ചിട്ട് തേച്ചിട്ട് ഇങ്ങനെ ആക്കി, എന്നിട്ട് തന്നെത്താനെ പിടിച്ച് വലിച്ചിട്ട് പഴകിയതായിരുന്നത് കൊണ്ട് മൊത്തം ആക്കിയില്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് വലിച്ച് കീറി കുറച്ച് പേജൊക്കെ താഴെയൊക്കെ പോയി. അപ്പം അമ്മച്ചി വന്ന് വഴക്കൊക്കെ പറഞ്ഞു. അത് ഞാൻ ബാക്കി കുറച്ച് പേജ് ബാക്കി വന്നു, അപ്പോൾ ഞാൻ കീറി കളഞ്ഞു. അപ്പം എന്താ സംഭവം, ഒരേപോലത്തെ പേജ് വേണ്ടത്. 120 പേജിൻ്റെ ബുക്ക് നമ്മളെടുത്തു. അപ്പോൾ ഇതിനകത്ത് 150 പേജും ഒരെണ്ണത്തിൽ 120 പേജും, മനസ്സിലായോ? അതിൻ്റെ ബാക്കി 120 വരെ തേച്ചിട്ട് ഒട്ടിച്ച് ബാക്കി വന്ന ലാസ്റ്റ് പേജ് കീറി കളഞ്ഞു. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കുകളെ. അപ്പം അത് അമ്മ കണ്ടു, കുറേ. അപ്പം തേച്ചുട്ടിക്ക് വഴക്ക് അത്യാവശ്യമായിരുന്നു. എന്നിട്ട് അത് അതിന് അമ്മച്ചി വന്ന് വഴക്ക് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി ചോദിച്ചു ഇതെന്തോ ആയി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. വന്ന് നോക്കിയപ്പോഴാണ് തേജുട്ടി ഈ വീഡിയോ കണ്ടിട്ട് പരീക്ഷിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം നിങ്ങൾ അതുപോലെ ഒന്നും കാണിക്കരുതേ. അത്യാവശ്യമുള്ള ബുക്കുകളൊന്നും എടുത്തിട്ട് കീറിക്കളയൊന്നും ചെയ്യല്ലേ. വീട്ടിലെ പേരൻസിൻ്റെയോ പിന്നെ ചേച്ചിയോ ചേട്ടനോ ഒക്കെ നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഇതുപോലുള്ള കുറ്റക്കേടുകളൊക്കെ കാണിക്കാവുള്ളേ. കുഞ്ഞു ചേട്ടനും ചേച്ചി വന്നാൽ തേച്ചിട്ട് ഉദ്ദേശിച്ച്. അപ്പം നമ്മളിപ്പോൾ വേണ്ട ലാസ്റ്റിലോട്ട് വന്നപ്പോൾ കുറച്ച് ഊർന്ന് കിട്ടി. അപ്പോൾ ബുക്കിനൊന്നും കേടുപാടുകളൊന്നും ഇല്ലാതെ കുഴപ്പമൊന്നും ഇല്ലാതെ ബുക്ക് തേച്ചിട്ട് സ്കൂളിലെ ബുക്കാണ് തിരിച്ചു വെച്ചു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ പിന്നീട് കാണാം. അപ്പം നമുക്ക്
പിന്നെ സ്കൂളൊക്കെ തുറന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കുഞ്ഞുങ്ങൾക്കിപ്പം അടുപ്പിച്ച് 2-3 ദിവസം അവധി കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പോൾ പുതിയ സ്കൂളിൽ പോയിട്ടുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ സ്കൂൾ ഇഷ്ടപ്പെട്ടോ, ബാഗും കുടയും ഒക്കെ വാങ്ങിച്ചിട്ടുള്ളതെല്ലാം ഇഷ്ടപ്പെട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യണേ. അപ്പോൾ അതുപോലെ തേച്ചുട്ടി ബാഗ് വാങ്ങിച്ചതും കുട വാങ്ങിച്ചതും സ്കൂളിലോട്ട് ബാഗ് പാക്ക് ചെയ്തതും എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കയറി കാണണേ. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും വൈകിട്ട് 5 മണിക്ക് നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കും അല്ലേ തേച്ചുട്ടി? ഉറപ്പല്ലേ? അപ്പോൾ നമുക്ക് എന്നും നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ ബൈ. അപ്പം എല്ലാവർക്കും ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ പറ. അപ്പൊ എല്ലാവർക്കും ബൈ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.